അദാനിയുടെ അളിയനാണ് MSC ഷിപ്പിംഗ് കമ്പനി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അദാനി നോക്കിക്കോളും. നിങ്ങളല്ല നോക്കേണ്ടത്. അത് നിങ്ങൾ ആരുടെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ മിസ്റ്റർ. ഇത് ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ അപേക്ഷിച്ചിടത്തോളം ഇത് വലിയ ദ്രോഹമാണ്. റാഷ് ആൻഡ് നെഗ്ലിജന്റ് നാവിഗേഷൻ, അത് മാത്രമോ വിഷവസ്തുക്കൾ നമ്മുടെ വെള്ളത്തിൽ കലർത്തിയാൽ അതിനുള്ള ഒഫൻസ്, ഇതുപോലെ പല ഒഫൻസുകളുണ്ട്. അതനുസരിച്ച് കേസെടുക്കണം. മിസ്റ്റർ, നിങ്ങളിത് പഠിക്കണം ആദ്യം, എന്നിട്ട് വേണം പറയാൻ. ഒരു പുതിയ കപ്പൽ അപകടം കൂടി നമ്മൾ ഇന്നലെ കാണാനിടയായി. അതായത് നമ്മുടെ ബേപ്പൂർ തുറമുഖത്തു നിന്ന് ഏതാണ്ട് 156 കിലോമീറ്റർ അകലെ, ഏതാണ്ട് 43 നോട്ടിക്കൽ മൈലിന് അപ്പുറമാണ് വരുന്നത്. അങ്ങനെ ഒരു കപ്പൽ അവിടെ യഥാർത്ഥത്തിൽ അതിൽ വലിയ സ്ഫോടനം നടന്നു. അതിൻ്റെ ലോവർ ഡെക്കിലാണ് ആ സ്ഫോടനം നടന്നത്. അതിനുശേഷം അതിലെ കണ്ടെയ്നറുകൾക്ക് തീ പിടിക്കുകയാണ്. അതിനകത്ത് പെട്ടെന്ന് കമ്പസ്റ്റബിളായിട്ടുള്ള, അതായത് തീ പിടിക്കാവുന്ന സാധനങ്ങൾ ധാരാളമുള്ള കണ്ടെയ്നറുകളാണ്. 100-ൽ പരം കണ്ടെയ്നറുകൾ ആ കപ്പലിലുണ്ട്. അങ്ങനെയുള്ളത് തന്നെ ഏതാണ്ട് മൊത്തം 600 കണ്ടെയ്നറുകളാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു 50ഓളം എണ്ണ ആദ്യം തന്നെ കടലിലോട്ട് തെറിച്ച് വീണു. വലിയ വൻ സ്ഫോടനമാണ് ഉണ്ടായത് അതിനകത്ത്. കാരണം അതിനകത്ത് വെടിമരുന്നുണ്ട്, അതേപോലുള്ള ഒരുപാട് സാധനങ്ങൾ, കത്തുന്ന എണ്ണ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ വിഷവസ്തുക്കൾ, ഇതെല്ലാം അടങ്ങിയതാണ് അതിനകത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. പക്ഷേ ഞാൻ ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഇതൊരു തുടർക്കഥ പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള തീരത്ത് സംബന്ധിച്ചിടത്തോളം. ഇതുകൊണ്ട് നഷ്ടം ആർക്കുണ്ടാവുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് MSC എൽസാത്രി എന്ന് പറയുന്ന കപ്പൽ, കേട്ടോ, അത് സ്വിറ്റ്സർലൻഡ് രജിസ്റ്റർ ചെയ്തൊരു കപ്പലാണ്, ഐബീരിയൻ. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ കപ്പൽ സിംഗപ്പൂർ രജിസ്ട്രേഷൻ ഉള്ളതാണ്. ഇപ്പം ഇവിടെ ഇതിപ്പോൾ ഉടനടി മുങ്ങും ഇതിനകത്ത്, അതിന് സംശയമൊന്നുമില്ല. കാരണം അതെല്ലാം കത്തി അമർന്നു മിക്കവാറും ഒക്കെ, ആ രീതിയിലേക്കായി. അപ്പം നേരെ താഴോട്ട് പോകും. വ്യാപകമായ എണ്ണ ചോർച്ച നമ്മുടെ കടലിൽ, നമ്മുടെ തീരപ്രദേശത്ത് ഉണ്ടാവാൻ ഉള്ള വലിയ സാധ്യതയാണുള്ളത്. ഇതുകൊണ്ട് നഷ്ടം വരുന്ന ആർക്കാണ്? അതേപോലെ നേരത്തെ തന്നെ ഈ MSC എൽസാത്രി മുങ്ങിയപ്പോൾ അതിനകത്ത് വന്നേക്കുന്നത്, അതിനെന്താണ് അതിനകത്ത് വസ്തുക്കളെന്ന് ഇതുവരെ മുഴുവനായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അത് കാൽഷ്യം കാർബൈഡ് ഉള്ള ഏതാണ്ട് 13 കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ളത് വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അതേ ഉള്ളൂ. ബാക്കിയുള്ള ഇത് എന്താണെന്ന്, സാധനങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ വയ്യ. പ്ലാസ്റ്റിക് മെറ്റീരിയൽസൊക്കെ നമ്മുടെ തീരം മുഴുവൻ അടിഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ. അതായത് വിഴിഞ്ഞം വരെ ഉള്ള ഭാഗത്ത് ഇത് വന്നടിഞ്ഞു, നീണ്ടകര, വിഴിഞ്ഞം എല്ലാം. അപ്പം ഇത് വ്യാപകമായ നാശമാണ് മത്സ്യസമ്പത്തിനുണ്ടാകുന്നത്, നമ്മുടെ പരിസ്ഥിതിക്കുണ്ടാകുന്നത്. അതുപോലെ ഇതിൽ നഷ്ടം സഹിക്കുന്ന ആരാണ്? യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് മീൻ പിടിക്കാൻ ഒക്കത്തില്ല. കോടിക്കണക്കിന് ആളുകൾക്കാണ് ഈ നഷ്ടം ഇതുമൂലം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാം. ശ്രീ വാസവൻ്റെ, നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി, കേട്ടോ, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അരുമശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഇന്നലെ കണ്ടു. ഈ MSC എൽസാത്രി ആ കപ്പലിൻ്റെ ഉടമസ്ഥർക്കെതിരെയൊന്നും ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല, കേട്ടോ. അത് നമ്മളൊന്നും അല്ല എടുക്കേണ്ടത് ഷിപ്പിംഗ് മന്ത്രാലയമാണ് നോക്കേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ്റാണ് നോക്കേണ്ടതെന്നൊക്കെ ഓരോന്ന് വിളിച്ചങ്ങ് പറയുക. എന്നാൽ ഇദ്ദേഹം ഇത് ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന ആളാണ്. എന്തെങ്കിലും പഠിച്ചിട്ട് വേണ്ടേ ഇതിനെക്കുറിച്ച് പറയാൻ? ഷിപ്പിംഗ് മന്ത്രാലയമാണോ കേസെടുക്കേണ്ടത്? കേരള തീരത്ത് സംഭവിച്ചേക്കുന്ന ഒരു അപകടത്തിന് കേരളത്തിൻ്റെ 13.4 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് ഈ അപകടം MSC എൽസാത്രി മുങ്ങിയത്. അത് കടലിൻ്റെ അടിത്തട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സാധനം. അതിൽ വ്യാപകമായ അതിൽ നിന്ന് എണ്ണ ചോർച്ചയും അതുപോലെ തന്നെ വിഷവസ്തുക്കളും എല്ലാം വെള്ളത്തിൽ കലരും. ഈ കാൽഷ്യം കാർബൈഡൊക്കെ അതിൽ കലർന്നു കഴിഞ്ഞാലൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പെട്ടെന്നുണ്ടാകുന്ന അസറ്റിൽ ഗ്യാസാണ് ഉണ്ടാകുന്നത് അതിൽ നിന്ന്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കമ്പസ്റ്റബിളാണ്, തീ പിടിക്കാം അതിന്. അതുകൊണ്ടാണ് ഒരു കണ്ടെയ്നർ പോയി ദൂരെ പോയിട്ട് നീണ്ടകര പോയിട്ട് തീ പിടിച്ചത് നമ്മൾ കണ്ടില്ലേ? ആ കണ്ടെയ്നർ എന്താ തീ പിടിക്കാൻ കാരണം? അതിനകത്ത് വേറെ ഏതാണ്ട് മെറ്റീരിയലായിരുന്നു, ഇന്ന് റെഫ്രിജറേഷൻ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതൊന്നും തീ പിടിക്കുന്നതൊന്നുമല്ല. തീ പിടിക്കാനിടയായതിൻ്റെ കാരണം കാൽഷ്യം കാർബൈഡിൻ്റെ സാന്നിധ്യമാണ്. അത് അസറ്റിലീൻ ഗ്യാസ് ഉണ്ടാകും. നമ്മൾ ഈ വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസാണ്, വളരെ വലിയ ചൂടുള്ളതാണ്. അതിൻ്റെ പരിസരത്തെങ്ങും ആളുകൾക്ക് ചെല്ലാൻ ആകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത് അത് ഇവിടെ കാര്യമൊന്നുമില്ല. ഇനി മാത്രമല്ല, എന്താ സംഭവം എന്നറിയോ? MSC എൽസാത്രി എന്ന് പറയുന്ന ആ കപ്പലിൻ്റെ ഉടമസ്ഥി MSC ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത്
അദാനിയുടെ ഒരു പാർട്ണറാണ്. അതായത് ചെന്നൈയിലുള്ള ഒരു തുറമുഖത്തിന് 49% ഷെയർ അദാനിയുമായിട്ട് ചേർന്നിട്ട് MSC ഷിപ്പിംഗ് കമ്പനിക്കാണ് ഉള്ളത്. ബാക്കി അദാനിക്കും, അദാനി പോർട്സിനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയാം, വിഴിഞ്ഞത്ത് ഇവരുടെ സഹകരണം നമുക്ക് വളരെ അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി അന്ന് തീരുമാനിക്കണേ. സഹകരണം ആവശ്യമാണെന്ന്. MSC ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമാണ്. ഇതുപോലെ 100 കണക്കിന് കമ്പനികളുണ്ട് ലോകത്ത്. അവരെല്ലാം വരും വിഴിഞ്ഞത്തേക്ക്. വിഴിഞ്ഞം പോർട്ട് ആരും വേണ്ടെന്ന് വെക്കത്തില്ല. ഇനി MSC ഷിപ്പിംഗ് കമ്പനി അതുകൊണ്ട് അവരെ പിണക്കാൻ വെക്കത്തില്ല. അതുകൊണ്ട് അവന്മാർ എന്താവശ്യം കാണിച്ചാലും കേസ് എടുക്കണ്ടെന്ന്. ശരിയാണ്, നല്ല കാര്യമാണ്. ഇപ്പോൾ കൂടെ നടക്കുന്ന വളരെ സുഹൃത്തായിട്ടുള്ള ഒരാൾ ഒരുത്തനെ കൊല്ലുന്നു, ഒരു കൊലപാതകം നടക്കുന്നു, അയാൾ സുഹൃത്താണ്, അതുകൊണ്ട് കേസ് എടുക്കണ്ട എന്ന് പറയുന്നതിന് തുല്യമല്ലേ മുഖ്യമന്ത്രിയുടെയൊക്കെ ഈ പ്രസ്താവന? ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് അത് അദ്ദേഹവും മുഖ്യമന്ത്രിയും കൂടെ ചേർന്നൊരു തീരുമാനവും എടുത്തു. എന്താണെന്ന് അറിയാൻ മിനിസ്റ്റർ പുറത്ത് വന്നേക്കുന്ന ജയതിലകിൻ്റെ ചീഫ് സെക്രട്ടറിയുടേതായിട്ട്. ആ മിനിസ്റ്ററിനകത്ത് പറയുന്നത് ഇവരെ കൊണ്ട് ഒരുപാട് ആവശ്യം വിഴിഞ്ഞത്തിനുണ്ട്. MSC കമ്പനി ഇല്ലെങ്കിൽ ഇവിടെ ഒരു ചൊക്ക് സംഭവിക്കത്തില്ല. MSC കമ്പനി തന്നെ വന്നോളും, അവരൊരിക്കലും വിഴിഞ്ഞം ഉപേക്ഷിക്കത്തില്ല. അത് അദാനിയെ പ്രീതിപ്പെടുത്തണം, അതാണ് കാര്യം. അദാനി പാർട്ട്ണറാണെന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇന്ന് ഒരു അവജ്ഞയോടുകൂടിയുള്ള ഒരു വർത്തമാനവും കൂടെ വാങ്ങിയെടുത്തില്ലേ വാസവൻ? അതൊന്നും പോരാ. ഇനി ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ? ഇപ്പോൾ പറഞ്ഞേക്കുന്നതിൻ്റെ കാരണം ഇത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ചീഫ് സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ് ഇത് കണ്ടിട്ട്. കാരണം ഇതിന് കേസെടുക്കാൻ വകുപ്പില്ല എന്നുള്ള രീതിയിലാണ് ഈ നമ്മുടെ വാസവനും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയൊക്കെ പറയുന്നത്. കേസെടുക്കാൻ വകുപ്പില്ലേ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? മിസ്റ്റർ, നിങ്ങളിത് പഠിക്കണം ആദ്യം, എന്നിട്ട് വേണം പറയാൻ. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് വരെ ഉള്ളത് നമ്മുടെ തീരദേശം തന്നെയാണ്. അതായത് ഇത് ഇന്ത്യയുടെ വകയാണ്. ഇന്ത്യയുടെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വകയാണ്. അവിടെ വെച്ച് എന്ത് ക്രൈം നടന്നാലും എന്ത് ഒഫൻസ് നടന്നാലും ഇന്ത്യ വെച്ച് നടത്തിയതായിട്ട് പരിഗണിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഈ എല്ലാവർക്കും കൂടെ ചേർന്നുള്ള ഒരു സോണാണ് കേട്ടോ. കണ്ടിഗ്വസ് സോൺ എന്ന് പറയും. ഈ സോണാണ്. അവിടെ വെച്ച് ഒഫൻസ് നടന്നാലും ഇന്ത്യക്ക് കേസെടുക്കാം. ഇനി അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്. പക്ഷേ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ഇന്ന് പ്രിവെയിലിംഗ് ആയിട്ടുള്ള നമ്മുടെ നിയമം അനുസരിച്ചും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അനുസരിച്ചും ഒക്കെ 200 നോട്ടിക്കൽ മൈൽ നമ്മുടെ കരയെന്ന് അതിനകത്ത് വെച്ച് നടക്കുന്ന ഒരു ഒഫൻസ് നടന്നാൽ അത് നമുക്ക് നാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്രിമിനൽ കേസ് എടുക്കാം. അതിന് ഒരു കുഴപ്പമില്ല. അത് മാത്രവുമല്ല, എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ തുക ഡാമേജസ് കിട്ടും. അത് വാങ്ങിയെടുക്കുന്നതിന് പകരം ഞങ്ങളെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് സെറ്റിൽ ചെയ്തോളാം. ഇതിന് ഇൻഷുറൻസ് കവറേജ് ഏതൊക്കെ കവറേജ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ കവറേജ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ കവറേജ് എന്നൊക്കെ പറയുന്നത് ഈ കാര്യത്തിനൊന്നും കവറേജ് കാണത്തില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിനൊന്നും അവിടെ കവറേജ് കാണത്തില്ല. ഇനി ഓയിൽ സ്പില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാവരും കവറേജ് കൊടുക്കും, അത് ഉണ്ടാവാം. പക്ഷേ അതൊന്നും അല്ല പ്രശ്നം. ഇത് അദാനിയെ പ്രീതിപ്പെടുത്തണം, സെൻട്രൽ ഗവൺമെൻറ്റിനെ പ്രീതിപ്പെടുത്തണം. നിങ്ങൾ ചെയ്തോളൂ. അദാനിയുടെ അളിയനാണ് MSC ഷിപ്പിംഗ് കമ്പനി എന്നുണ്ടെങ്കിൽ അദാനി നോക്കിക്കോളും. നിങ്ങളല്ല നോക്കേണ്ടത്. അത് വിഴിഞ്ഞം പോർട്ട് ഇത് ഏതാണെന്നറിയോ? ഒരു MSC ഷിപ്പിംഗ് കമ്പനിയെ കണ്ടുകൊണ്ട് ഉണ്ടായ ഒരു പ്രോജക്റ്റ് അല്ല വിഴിഞ്ഞം പ്രോജക്റ്റ്. അവിടെ ഇഷ്ടം പോലെ കപ്പൽ വരും. അതിന് MSCയുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് MSCയുടെ സഹകരണം അല്ല വേണ്ടേ, നിങ്ങൾക്ക് വേണ്ട അദാനിയുടെ സഹകരണമാണ്. എടുത്തോളൂ. പക്ഷേ അത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ചെലവിൽ വേണോ? മഹാരാഷ്ട്രയിൽ ഇതുപോലൊരു കപ്പൽ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവർ കേസെടുത്തു, ക്രിമിനൽ കേസെടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ? അതിന് 1000 കോടി രൂപയാണ് നഷ്ടപരിഹാരം കിട്ടിയത്. എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ആയിരക്കണക്കിന് കോടി രൂപ നമുക്ക് കിട്ടാനുള്ളത് ഇല്ലാതാക്കേണ്ട. ഈ 1000 കോടിയെന്നോ 2000 കോടിയെന്നും പറഞ്ഞാൽ MSC ഷിപ്പിംഗ് കമ്പനിക്ക് ഒന്നുമല്ല, വെറും പിറ്റൻസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ ഈ കപ്പൽ, ഇപ്പോൾ അടുത്ത കപ്പൽ മുങ്ങിയേക്കുന്നില്ലേ, അതിൽ നിന്നും ഓയിൽ സ്പില്ല് ചെയ്ത് വരും. നിങ്ങൾ ഇതുപോലെ കാണുന്ന കപ്പലെല്ലാം ഇവിടെ മുങ്ങി, നമ്മൾക്ക് കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പട്ടിണി കിടന്നു. അത് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷേ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമാണെന്ന് ആദ്യം ആലോചിക്കണം. നിങ്ങൾ ഇതിന് കേസെടുക്കാനായിട്ട് തീരുമാനിക്കണം. നിങ്ങൾ ആരുടെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിന് കേസെടുത്തിരുന്നെങ്കിൽ അവർ വന്നത് സെറ്റിൽ ചെയ്യും. 10,000-20,000 കോടി രൂപ കിട്ടും. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. അതിൽ നിന്ന് അള്ളാനുള്ളതൊക്കെ അള്ളി എടുത്തിട്ട് ബാക്കി ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് നിങ്ങളങ്ങ് കൊടുക്ക്. മീൻ തിന്നുന്ന എന്നെ പോലുള്ളവർക്ക് തരണ്ട. ഈ മത്സ്യത്തൊഴിലാളികൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ കാശങ്ങ് കൊടുക്ക്. അത് അവരുടെ ചെലവിൽ നിങ്ങൾക്ക് അദാനിയെ സഹായിക്കേണ്ട കാര്യമുണ്ടോ?
MSC ഷിപ്പിംഗ് കമ്പനിയെ സഹായിക്കേണ്ട കാര്യമുണ്ടോ? ഇത് വലിയ തോന്നിയവാസമാണ് കാണിക്കുന്നത്, വലിയ അഴിമതിയാണ് ഈ കാണിക്കുന്നത്. ഇത് ആരെ സഹായിക്കാനാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. അതാണ് വേണ്ടത്. ഇത് നല്ലൊരു കാര്യമല്ല. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണിക്കുന്ന വലിയ ദ്രോഹമാണ്. കാരണം ഈ കേരളക്കര മുഴുവൻ ഇപ്പം നാശമായി, നമ്മുടെ കടൽക്കര മുഴുവൻ നാശമായി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഈ കപ്പലിൽ നിന്ന് ഓയിൽ സ്പില്ല് ചെയ്ത് ഇങ്ങോട്ട് വരും. ഇതെല്ലാം എണ്ണപ്പാടെ അങ്ങ് പടരും കേട്ടോ. മത്സ്യ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടും, നശിക്കും. ആർക്കും കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ആ രീതിയിലാകും. ആവുമ്പോൾ അനങ്ങാതിരിക്കും. എന്നിട്ട് പറയും അതേ ഇവന്മാരെ കൊണ്ട് നമുക്ക് മറ്റിടത്ത് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ മിസ്റ്റർ. ഇത് ഞങ്ങൾക്കാരും നിങ്ങളിങ്ങനെ ഇതുപോലെ ഇത് കാണിക്കേണ്ട കാര്യമില്ല. ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ ക്രൈം. കാരണം എന്താണെന്നറിയോ, ഇത് നെഗ്ലിജന്റ് നാവിഗേഷനാണ്. ഇവിടെ റാഷ് ആൻഡ് നെഗ്ലിജന്റ് നാവിഗേഷൻ മൂലമാണ് MSC കപ്പൽ മുങ്ങിയേക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ കേസ് എടുത്താൽ കേസ് നിൽക്കും. അതല്ല, അതിന് കപ്പലിന് ടെക്നിക്കൽ ഡിഫക്റ്റ് ഉണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞാൽ ഈ അതിൽ ക്യാപ്റ്റന് രക്ഷപ്പെടാം. കാരണം നെഗ്ലിജന്റ് നാവിഗേഷൻ വരുന്നില്ല. പക്ഷേ അവർക്ക് ലയബിലിറ്റി നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ നമ്മുടെ പ്രശ്നമല്ല. ആ കമ്പനിക്കെതിരെ കേസെടുത്താൽ അവർ കൊണ്ടുവന്ന് അവർ സെറ്റിൽ ചെയ്യും. അവർ തന്നേ പറ്റൂ. കേടായ കപ്പൽ ഇവിടെ അയക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതിന് പകരം അവരെ പുറകെ നടന്ന് നമുക്ക് മീഡിയേഷൻ വഴിയും ഇൻഷുറൻസ് വഴിയും ഒക്കെ നോക്കാമെന്ന്. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ നാടിന് വേണ്ട തീരുമാനം വേണ്ട എടുക്കാൻ. ഇത് ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ അപേക്ഷിച്ചിടത്തോളം ഇത് വലിയ ദ്രോഹമാണ്. ഇത് നിങ്ങൾ ഈ രീതി കാണരുത്. നിങ്ങൾക്ക് പല ബന്ധങ്ങളും കാണും. നിങ്ങൾ ബന്ധം ഉണ്ടായിക്കോളൂ. ആ ബന്ധം ഈ ജനങ്ങളുടെ മേളിൽ തീർക്കുക അല്ല നിങ്ങൾ വേണ്ട. അവരെ വെച്ച് വില പറയുകയല്ല വേണ്ടത്. ഇത് അവർക്കെതിരെ കേസെടുക്കണം. കേസെടുക്കുന്നത് അതായത് നെഗ്ലിജന്റ് നാവിഗേഷൻ, റാഷ് ആൻഡ് നെഗ്ലിജന്റ് നാവിഗേഷൻ. അത് മാത്രമോ, വിഷവസ്തുക്കൾ നമ്മുടെ വെള്ളത്തിൽ കലർത്തിയാൽ അതിനുള്ള ഒഫൻസ്, ഇതുപോലെ പല ഒഫൻസുകളുണ്ട്. അതനുസരിച്ച് കേസെടുക്കണം. ആ കേസെടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് കാര്യം തീർക്കും. ആ ക്യാപ്റ്റനെ പ്രതിയാക്കി കേസെടുക്കണം, കമ്പനിയും പ്രതിയാക്കി. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് പോയി സെറ്റ് അങ്ങോട്ട് ചെന്നാൽ മതി. പിറ്റൻസ് വാങ്ങിച്ചുകൊണ്ട് വല്ലതും 100-200 കോടി രൂപ കിട്ടിയ അതുകൊണ്ട് വല്ല കാര്യമുള്ളതാണോ? ഇത്രയും നാശം ഉണ്ടായതിന്, നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടായതിന്, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലായതിന് ഇതിനൊക്കെ സമാധാനം പറയണ്ടേ? ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ തീർക്കണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് തീർത്തോളൂ. കേരളത്തിൻ്റെ ചിലവർ ഈ കാര്യം തീർക്കാൻ പോകരുത്. തെറ്റാണ് ചെയ്യുന്നത്.